33 ലിറ്റർ ഇഞ്ചൻ ഓയിൽ. ഇതിനകത്ത് ഒഴിക്കുന്ന 33 ലിറ്ററാണ്. ഇത് ഹീനോ ട്രക്കാണ് 700. ഇതിനകത്ത് ഏകദേശം 33 ലിറ്റർ ഒഴിക്കും. നമ്മളിത് 15-ൽ മാറുകയാണ്. 15,000 കിലോമീറ്ററിൽ ഇതിൻ്റെ ഓയിൽ മാറും. ക്യാബിനൊക്കെ അപ്പ് ചെയ്ത് ഓയിൽ മാറുകയാണ്. കണ്ടോ, ഇങ്ങനെ ഓയിൽ ഒഴിക്കുന്ന മേളിൽ കൂടാണ് ഓയിൽ ഒഴിക്കുന്ന ക്യാബിന് നമ്മൾ അപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇന്ന് ഞാൻ ഇത് ഓടിക്കുമായിരുന്നല്ലോ, സത്ത ഓടിക്കുമായിരുന്നു. സത്ത മാറ്റി വീണ്ടും സിത്താര കൊളുത്തുകയാണ്. അപ്പം മൊത്തത്തിൽ ഗ്രീസ് അടിച്ച് എല്ലായിടത്തും വേണ്ട ഗ്രീസൊക്കെ ചെയ്തു. എല്ലായിടത്തും ഗ്രീസ് അടിച്ച് നല്ല ഉണക്ക്. എല്ലാം കൂടെ 28 നിപ്പിളുണ്ട് കേട്ടോ. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, പക്ഷേ ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ 2-3 കൂടെ എക്സ്ട്രാ ഉണ്ട്. മൊത്തത്തിൽ 28 നിപ്പിളാണ് ഇതിന് ഗ്രീസ് അടിക്കുന്നത് മാത്രം. അപ്പം നമ്മുടെ വണ്ടി ഇതിപ്പോൾ 3 മാസമായി. പുതിയ വണ്ടി കൈ കിട്ടിയതാണ്. 3 മാസത്തിൽ 3 പ്രാവശ്യം ഓയിൽ ചേഞ്ച് ചെയ്തു. ഇതിപ്പോൾ 3-ാമത്തെയാണ്. ഏകദേശം 45 സംതിങ് ഓടിയിട്ടുണ്ട്. 45 സംതിങ് ഓടി ഇതുവരെ 3 മാസത്തിൽ. 45,000 കിലോമീറ്റർ. ഇവിടെ ഉണ്ട് ഗ്രീസ് അടിക്കുന്ന സിസ്റ്റം. ഫ്രണ്ടിലും എല്ലാം ഉണ്ട്. ഇവിടെയൊക്കെ ഈ സ്റ്റീരിംഗ് ഉണ്ടല്ലോ, ഇവിടെ ഉണ്ട് കൂട്ടുകാരെ ഗ്രീസ് അടിക്കുന്ന സിസ്റ്റം. സ്റ്റീരിംഗെല്ലാം കൊടുത്തിട്ടുണ്ട്. നേരത്തെ 15-ൽ മാറി, പിന്നെ 30-ൽ മാറി, ഇപ്പം 45 കഴിഞ്ഞ്. ഇപ്പോൾ ഇത് 3-ാമത്തെ ഓയിൽ ചേഞ്ചാണ്. അതുകൊണ്ട് ഇവിടെ ഓയിൽ ഫിൽറ്റർ ഇതിന് 2 ഉണ്ട്. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. 2 ഓയിൽ ഫിൽറ്റർ മാറും. പിന്നെ ഇവിടെ ഡീസൽ ഫിൽറ്റർ. ഇതെൻ്റെ സിസ്റ്റം കണ്ടോ, കണ്ട് എഞ്ചിനൊക്കെ ഒന്ന് കണ്ടോ. അതുകൊണ്ട് ഈ ഭാഗത്ത് ഇതാണ് സിസ്റ്റം. ഇത് എയർ ഫിൽറ്റർ. ഇഞ്ചൻ സർവീസ് ചെയ്തതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്ത് അപ്പ് ഗ്രീസും ചെയ്ത് കേട്ടോ. കുറേ നാളായി. എന്തുപോലെ അവർ അപ്പ് ഗ്രീസൊക്കെ ചെയ്ത് തന്നു. ഇടയ്ക്കിടയ്ക്ക് നട്ട് ലൂസ് ആവുന്നുണ്ടായിരുന്നു. ലൈനറൊക്കെ പുതിയതിട്ട് കേട്ടോ. നേരത്തെ ലൈനർ ഒന്നിലും ലൈനർ ഇല്ലായിരുന്നു. ബ്രേക്കിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലായിടത്തും 4 സൈഡും 2 ആക്സിൽ 4 സൈഡും അപ്പെല്ലാം കട്ട് ചെയ്തു. എല്ലാം ലയത്തിലിട്ട് റെഡിയാക്കി സൈസാക്കി തേയ്മാനമൊക്കെ മാറ്റിയിട്ട് പുതിയ ലൈനറൊക്കെ അടിച്ചു കണ്ടോ. ഇപ്പോൾ ബ്രേക്കൊക്കെ സൂപ്പറായി. പിന്നെ ഗ്രീസ് എല്ലാം വെച്ചു. എല്ലാ വിധത്തിലും എല്ലായിടത്തും ഗ്രീസ് അടിച്ചു. അതുകൊണ്ട് അവിടുത്തെ എല്ലായിടത്തും ടോട്ടൽ ലൈനർ മാറി അപ്പ് ഗ്രീസ് ചെയ്തു. അങ്ങനെ വണ്ടി ഇപ്പം ആക്സിലെല്ലാം സൂപ്പറായി. ഇനിയിപ്പോൾ 1 വർഷത്തിന് കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് പിന്നെ മാസത്തിലോ 2 മാസം കൂടുമ്പോഴോ അപ്പിനായിട്ടൊന്ന് ടൈറ്റ് ചെയ്യും. പിന്നെ ബ്രേക്ക് കൊള്ളിക്കണേ നമുക്ക് തന്നെ കൊള്ളിക്കാം, അല്ലെങ്കിൽ പിന്നെ വർക്ക്ഷോപ്പിൽ പോയി അത് കൊള്ളിക്കാം, കുഴപ്പമില്ല. അതുപോലെ അത്യാവശ്യം നമുക്ക് ഇതിൻ്റെ ടയർ ജാം ആവുന്നു എന്ന് മനസ്സിലായാൽ നമുക്ക് ഇവിടെ തന്നെ ലൂസാക്കാം കേട്ടോ. ഈ ഭാഗത്ത് നട്ടുണ്ട്, ഇവിടെ നട്ട് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ലൂസാക്കുകയും അതുപോലെ ബ്രേക്ക് കൊള്ളിക്കുകയൊക്കെ ചെയ്യാം. അറിയാമെങ്കിലേ ചെയ്യാവും. ഇപ്പോൾ ഒരു അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ബ്രേക്ക് കൊള്ളിക്കാൻ അറിയത്തില്ല, ടയർ ജാമായിരിക്കുന്നു, ചൂടായി, അങ്ങനെ ഉണ്ടെങ്കിൽ ആ പൈപ്പ് എന്ത് ചെയ്യും, മടക്കി അങ്ങ് വെച്ചാൽ മതി കേട്ടോ. ആ എയർ പൈപ്പ് അങ്ങ് ക്ലോസ് ചെയ്യണം. മടക്കി അങ്ങ് കെട്ടിവെച്ചോ ക്ലോസ് ചെയ്യുകയോ ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നത് നല്ലതാണ്. റോഡിലൊക്കെ ഏത് സമയത്തും വീല് ജാമാകാം. അതുപോലെ അബിൻ്റെ വയറിങ് മാറി കേട്ടോ. ഗ്രീസ് ചെയ്തപ്പം എനിക്ക് തോന്നുന്നു 2 ആക്സിലൂടെ ഒരു 3-4 വയറിങ്, ചെറുതും വലുതും ഒക്കെ. ഒരെണ്ണത്തിനകത്ത് 2 വയറിങ് വരുന്നുണ്ട് കേട്ടോ. 2 വയറിങ്, ഒരു ചെറുതും ഒരു വലുതും. അങ്ങനെ 3-4 വയറിങ് മാറി എല്ലാം ഗ്രീസൊക്കെ ചെയ്തു കുട്ടപ്പനാക്കി. ടയറൊക്കെ ഒന്ന് മാറ്റിയിട്ട് അത്യാവശ്യം. നേരത്തെ ടയർ നമ്മുടെ മോശമായിരുന്നു. വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ ഇച്ചിരി ടയറൊക്കെ മാറ്റിയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ സർവീസിൻ്റെ വീഡിയോ, അതുപോലെ അപ്പ് ഗ്രീസിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കാം, അറിവുകൾ പറയാം, പരസ്പരം നമുക്ക് കാര്യങ്ങളെ പഠിക്കാം. ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനായി താങ്ക്സ്.